എന്റെ പൊന്നു ഇതിന്റെ പവർ അയ്യോ മമ്മി കാണണ്ട. എന്റെ പൊന്ന് ഇന്റർലോക്ക് മറ്റേ വാനിഷിന്റെ പരസ്യം പോലെ. എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇത് 2 ടയറാണ് ഇതിന്റെ. അപ്പൊ ഈ നോസിൽ മാറ്റിയിട്ട് ഇത് അല്ലാണ്ട് നമുക്ക് ടർബോ നോസിൽ എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട്, അതൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ കുറെ കാലമായിട്ട് വിചാരിക്കുന്നതാണ് നമുക്കൊരു പ്രഷർ വാഷർ മേടിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാധനം നമ്മളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതാണ് ഇരിക്കുന്നത്. നമ്മൾ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. വരൂ. അപ്പോൾ ആമസോണിൽ ഓർഡർ ചെയ്ത് ഒരു 2-3 ദിവസം കൊണ്ട് സാധനം എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനം അല്ല ആദ്യം മേടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് വേറെ സാധനമായിരുന്നു. പക്ഷെ അത് കാണാൻ ഒരു ഭംഗിയില്ല. ക്യാൻസൽ ചെയ്തിട്ടാണ് ഇത് ഓർഡർ ചെയ്തോ. അപ്പോൾ മൊത്തം പേയ്മെന്റ് കൊടുത്തിട്ടൊന്നുമല്ല, ആമസോൺ പേ ലേറ്ററിൽ നമ്മൾ 3 അടവായിട്ട് ചെയ്തേട്ടോ. അപ്പൊ അങ്ങനെ മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി, എന്നിട്ട് അതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, മഴ ആയതുകൊണ്ട്. ഫുള്ള് മഴ കേട്ടോ. ഇവിടെ വീടിന്റെ ബാക്ക് സൈഡ് പണി നടക്കുന്നതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ അവിടെ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ അത് വിചാരിക്കേണ്ട പണി നടക്കുന്നുണ്ടാണ്. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം. ആദ്യം ഇതിന്റെ ഒരു ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബുക്ക്ലെറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതല്ലല്ലോ, ഇത് അതിന്റെ ബ്രാൻഡിന്റെ അല്ലേ. എന്തൊക്കെ ഉണ്ടെന്ന് അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇത് അതിന്റെ ഗണ്ണാണ്. നേരെ പിടിക്കടി. ഇതതിന്റെ ഗണ്ണാട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതോടെ മാറ്റി വെക്കാം. ഇത് ഇതിൻ്റെ ഒരു കഷ്ണം. ഇതൊക്കെ ഇനി സെറ്റ് ചെയ്യണം കേട്ടോ. മൊത്തം വെയിറ്റ് ഉണ്ട്. ഞാൻ എടുക്കാം. ഇതാണ് മെഷീൻ. നല്ല ലുക്ക് ഉണ്ട്. ഇതിന് ലുക്ക് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. നീ എന്നെ പിടിക്കാണ്ട് ഇത് കാണിക്കണി. ഇതുണ്ട്, ഇതിങ്ങനെ വരും മേലെ. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇത് 2 ടയറാണ് ഇതിൻ്റെ. 2 സൈഡിൽ വരും. നമുക്ക് വലിച്ചുകൊണ്ട് എടുക്കാൻ വേണ്ടി കേട്ടോ, ട്രോളിയൊക്കെ പോലെ. അപ്പോൾ ഇതിവിടെ വെക്കാം. അടുത്തതായിട്ട് നോസിലുകൾ 1, 2, 3 സെറ്റ് സാധനമുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇനി അടുത്തത് ഓസാണ്. ഇത് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓസ്, നമ്മുടെ ഗണ്ണിലേക്ക് വരുന്ന ഓസാണ് ഈ കാണുന്നത്. ബ്ലാക്ക് സാധനം, നല്ല സ്റ്റിഫാണ് കേട്ടോ. ബലമുണ്ട്. അടുത്തതായിട്ട് ഇൻലെറ്റ്, ഈ ഉള്ളിലേക്ക് ഇതിനകത്തേക്ക് വെള്ളം വരുന്ന സപ്ലൈ, അതാണ് ഈ കാണുന്നത് ഓസ്. ഇത് 3 മീറ്റർ, ഇത് 8 മീറ്റർ. പിന്നെന്താണ്, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ, ടാപ്പിൻ്റെ ഒക്കെ ഇതിൽ കണക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കാണിച്ചു തരാം. ഇതെന്താണ്, ഇതിൻ്റെ ഹുക്കാണ്. ഇവിടെ ഓരോ പൈപ്പുകളും സംഭവങ്ങളൊക്കെ കൊളുത്തി വെക്കാനുള്ള സാധനം. ഇതെന്തൊക്കെ പിന്നെ എന്തായാലും നമ്മുടെ വണ്ടി വാഷ് ചെയ്ത് സെറ്റപ്പ് ആക്കും കേട്ടോ. ഇത് നമ്മൾ ടാപ്പിന്റെ അറ്റത്ത് വെക്കുന്നത്. ഇത് ഇങ്ങനെ മാല ഉണ്ടോ, ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഊരി പോകാതിരിക്കാൻ വേണ്ടിട്ട് ഈ സാധനം ടാപ്പിലിട്ടിട്ട് ഇങ്ങനെ കൊളുത്തിയത്. ഇനി അടുത്തതായിട്ട് ഇത് ഇവിടെ വെക്കാം. അടുത്തതായിട്ട് ഇത് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതാണോ? ഇതിനകത്തല്ല, എവിടെയാണെങ്കിലും പിടുത്തല്ലേ ഗൈസ്. ഇങ്ങനെ വരും. അപ്പൊ അതൊക്കെ ഫിറ്റ് ചെയ്യാം. പിന്നെ അടുത്ത് അത് തീർന്നു. പിന്നെ ഇതിനകത്ത് ഇതെന്താണ് സാധനം, ഇത് ഓസിൻ്റെ എന്തോ സംഭവമാണ്. പിന്നെ ഇത് ബക്കറ്റിൽ ഇടുന്ന ഫിൽറ്റർ ആട്ടോ ഈ കാണുന്നത്. ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ട് ബക്കറ്റിൽ മുക്കി വെക്കാം. നമുക്ക് 2 ടൈപ്പ് ഇതിനകത്തേക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. ഒന്ന് നമ്മൾ ടാപ്പിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുക, അത് വലിയ ബക്കറ്റിൽ മുക്കി വെക്കാം. ഇതിന് വെള്ളം എടുത്തോളൂ കേട്ടോ. അതിൻ്റെ ഫിൽറ്ററാണ് കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കിട്ടാം. ബാക്കി ഇതാ ബോക്സ് എംപ്റ്റി, മാറ്റി വെക്കാം. അയ്യോ സ്കൂളൊക്കെ ഈ സ്ക്രൂകൾ ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായി. അപ്പൊ അങ്ങ് തുടങ്ങാം. ഗൈസ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. അന്ന് മഴയൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇന്നാണ് നമുക്കുള്ള അവസരം കിട്ടിയത്. മഴയൊക്കെ ഒന്ന് കുറച്ചപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ നോസിൽ വരുന്നത്. ഇത് നമുക്കിതാ വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് ടാപ്പിലേക്ക് കൊടുത്തില്ല. ചെറിയ ലീക്കൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പഴയ നോസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. പ്രശ്നം നേരം തള്ളുന്നുണ്ട്. നല്ല ഷാർപ്പായിട്ട് കാണാൻ മഡ്ഗാർഡിലൊക്കെ നല്ല കട്ട പിടിച്ച് കളിക്കുക കേട്ടോ.
അപ്പൊ ഇതുള്ളതുകൊണ്ട് നമുക്ക് ചുമര് നല്ല ക്ലീൻ ആയിട്ട് കഴുകാനായിട്ട് പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ഫുള്ള് പായൽ ഒഴിച്ചിരിക്കട്ടെ. ഈ പായലൊക്കെ ഇപ്പോൾ തെളിച്ച് കാണിച്ചു അത്രയും ഭാഗം നോക്കിയേ തുളഞ്ഞ് നല്ല കട്ടയൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ട് കേട്ടോ. ചുമര് തുളഞ്ഞ് എന്റെ പൊന്നു. അയ്യോ മമ്മി കാണണ്ട പണിയോ. അപ്പൊ ഇത് സൂക്ഷിച്ചു വെക്കുക. ഇതിന്റെ ന്യൂസിൽ ഇത്ര ഓപ്പൺ ആയിട്ട് കൊടുക്കരുത് കേട്ടോ. ഇത്ര ഫോഴ്സ് വയ്ക്കരുത് അർത്ഥം. അയ്യോ അപ്പൊ ഇങ്ങനെ പരത്തേക്ക് ഉപയോഗിക്കാം. അപ്പൊ അധികം പ്രശ്നമില്ല. സാധനം കൊള്ളട്ടെ. ഇത് പെയിന്റിലേക്ക് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വണ്ടിന്റെ പെയിന്റ് ഒക്കെ പറഞ്ഞ് തെറിച്ചു കൊടുക്കും. സൂക്ഷിക്കണം. അടുത്തതായിട്ട് ഈ ഇന്റർലോക്ക് ആട്ടോ. ഇതിനൊറ്റ കട്ട നമുക്കൊന്ന് വൃത്തിയാക്കി വെക്കാം. അയ്യോ ഇന്റർലോക്ക് തെറിച്ചു. മറ്റേ വാനിഷിന്റെ പരസ്യം പോലെ. പവർ വേണ്ട, കുറച്ച് പവർ കുറയ്ക്കാം. നമുക്ക് ഈ ഇന്റർലോക്കിൽ ഇത്രയും കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ റെഡ് ഇന്റർലോക്ക് തന്നെയാണ്. നമ്മൾ ഈ ഒരു സാധനം മാത്രത്തിൽ കഴുകിയപ്പോഴാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലായി കേട്ടോ. അതുപോലെ മൊത്തം നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും. നമുക്ക് എത്ര തിളങ്ങി നോക്ക്, പുതിയതുപോലെയും. അപ്പൊ ഈ നോസിൽ മാറ്റിയിട്ട് ഇത് അല്ലാണ്ട് നമുക്ക് ടർബോ നോസ് എന്ന് പറഞ്ഞ വേറെ സാധനം ഉണ്ട്. അതൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇത് മാറ്റുക. എല്ലാം വെക്കാനുള്ള സൗകര്യം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. കണക്ട് ചെയ്തു. ഈ ടർബോ നോസിൽ എങ്ങനെയാണ് കാണിച്ചത്. വെള്ളം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കണ്ടില്ല. അപ്പൊ ഇതിന്റെ ക്യാനിൽ നമ്മൾ കുറച്ച് ഷാമ്പു എടുത്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ വരുന്ന നഷ്ടം കേട്ടോ. വേറെ രീതിക്ക് വരുന്ന ഭയങ്കര ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഷാമ്പു വേണ്ടി വരും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അതിന് കൈ നോക്കില്ല. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ചെരിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് വണ്ടിയിൽ കടിച്ചു കാണിച്ചു തരാം. Okay. വണ്ടിയുടെ കോലൊക്കെ നോക്കിയാൽ ഫുള്ള് ഡേർട്ടായിട്ടിരിക്കുകയാണ്. ബൈക്കാണ് വാഷ് ചെയ്ത് കാണിക്കേണ്ടത്. കാറ് നമ്മൾ ഈ അടുത്ത് കഴുകിയോണ്ട് അത്ര ചെളിയൊന്നും ഇല്ല അതിനകത്ത്. ബൈക്കിന് നല്ല ചെളിയുണ്ട്. അപ്പോൾ ബൈക്ക് നമുക്കൊന്ന് കഴുകി വെക്കാം അല്ലേ. ആദ്യം നമുക്ക് ഈ ഭാഗത്തു നിന്ന് തുടങ്ങാം. ചവിട്ടില്ലേ. ഇത് സുഖമായിട്ട് നമുക്ക് വണ്ടികളൊക്കെ വാഷ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ കാറ് വാഷ് ചെയ്യണമെങ്കിൽ പുറത്ത് കൊടുക്കണമെങ്കിൽ 600 രൂപ, ബൈക്ക് കൊടുക്കണമെങ്കിൽ 300 രൂപ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് അങ്ങനെ കൊടുക്കലും മുതലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പ്രഷർ വാഷർ മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സാധനം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. കുറേ പൈസ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴേലും വണ്ടി വാഷ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെക്കുമ്പോഴേക്കും മഴ പെയ്യുക. എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്. വണ്ടി അടിപൊളിയായിട്ട് കഴുകി വെക്കുമ്പോൾ ഉണ്ടാവും, പിന്നെ മൊത്തം മഴയായിരിക്കും. പിന്നെ പുറത്തിറക്കാൻ തോന്നില്ല. പുറത്തൊന്ന് പോയി വരുമ്പോഴത്തേനും പഴയ കണ്ടീഷനാവും. അപ്പോൾ അതുകൊണ്ട് പ്രഷർ വാഷർ ഉള്ളത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സാധനം സെറ്റാണ്, പവർഫുള്ളാണ്. നന്നായിട്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.